റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ സംസ്ഥാന പാത ഉപരോധിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ വെച്ച് നടന്ന ഉപരോധ സമരം കെപിസിസി മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി, സോണിയഗിരി, മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഹഖ് CS, ശ്രീകുമാർ N, വാർഡ് കൌൺസിലർമാരായ MR ഷാജു, ജസ്റ്റിൻ ജോൺ, ബിജു പോൾ അക്കരക്കാരൻ, മിനി സണ്ണി നെടുമ്പാക്കാരൻ, മിനി ജോസ് ചാക്കോള, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പരിപാലനത്തിലുള്ള റോഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് എവിടെയാണ് എന്ന് നമുക്ക് കാണിച്ചാൽ സാധിക്കും. ആ പൊതുമരാമത്ത് വകുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ് കിഫ്ബി പദ്ധതി. കിഫ്ബി പദ്ധതിയിൽ പണി നടക്കുന്നുണ്ടോ? കിഫ്ബിയും ഇല്ല, പൊതുമരാമത്ത് വകുപ്പില്ല. നമ്മുടെ രാജ്യത്തെ ഒരു മെയിന്റനൻസ് വർക്കുകൾ, റോഡ് സംബന്ധമായിട്ടുള്ള ഒരു അടിയന്തരമായിട്ടുള്ള പരിഹാരങ്ങൾ കാണുന്ന ഒരു പരിശ്രമങ്ങളും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നില്ല. ഒരു തട്ടിപ്പ് കമ്പനിയായി കഴിഞ്ഞ 8 വർഷം പിണറായി വിജയൻ രാജ്യത്ത് പല പല പേരുകളിൽ അവതരിക്കുകയാണ്. അതിന്റെ ഒരു പേരാണ് കിഫ്ബി. കിഫ്ബി എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്? സർക്കാർ പൊതുമരാമത്ത് വകുപ്പിൽ കൂടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക ചെലവഴിക്കുമ്പോൾ അത് CAG ഓഡിറ്റിന് വിധേയമാണ്. കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് ആ ഓരോ നയാ പൈസയുടെ ചെലവിലും പരിശോധന ഉണ്ടാവും. ആ പരിശോധനയിൽ നിന്ന് എങ്ങനെ തടിയുരാൻ സാധിക്കും? ആ പരിശോധനയില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് പണം അഴിമതി പണമാക്കി തട്ടിയെടുക്കാൻ എങ്ങനെ സാധിക്കും? അതിന്റെ പരീക്ഷണത്തിന്റെ ഒടുവില് പിണറായി രൂപം കൊടുത്തതാണ് കിഫ്ബി. കിഫ്ബിക്ക് CAG ഓഡിറ്റില്ല. അതാണിപ്പോ കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബിയുടെ പേരിലുള്ള പണം, വായ്പ എടുത്തിട്ടുള്ള പണം സർക്കാരിന്റെ പൊതുവായ്പയായി കണക്കാക്കണമെന്ന് പറഞ്ഞ് വായ്പാ തുക കുറച്ച് ഇപ്പൊ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയിൽ കേരള ഗവൺമെന്റ് എത്തിയിട്ടുള്ളതിന്റെ ഒരു കാരണം